ഡോക്ടർ മോഹൻ വർഗീസ്, ഗുഡ് ഈവനിങ്, നമസ്തേ, സ്വാഗതം. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത് കരുനീക്കങ്ങളെക്കുറിച്ചാണ്. ഇന്നതൊരു പടി കൂടി മുന്നോട്ട് പോയിരിക്കുന്നു. ഒന്ന്, ചൈനയുമായി ഇതുവരെ നടത്തിയ ചർച്ച, ഉഭയകക്ഷി ചർച്ച ഫലപ്രദം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടുകൾ വരുന്നത് അതിർത്തി പ്രശ്നം പരിഹരിക്കുന്നതിന് ധാരണയായി എന്ന് ഭാരതത്തിൻ്റെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി സ്ഥിരീകരിച്ചു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നു. ഒപ്പം തന്നെ ചൈനീസ് പ്രസിഡന്റിനെ ഭാരതത്തിലേക്ക് പ്രധാനമന്ത്രി ക്ഷണിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ ഈ വർഷാവസാനം 2026 ഭാരതം ഹോസ്റ്റ് ചെയ്യുന്ന ഉച്ചകോടിയിൽ അദ്ദേഹം എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം സാമ്പത്തിക വ്യാപാര മേഖലകളിൽ സഹകരണം ഒരു ഭാഗത്ത്. അതിനൊപ്പം തന്നെ ഈ നമ്മുടെ മനസ്സിൻ്റെ പിന്നിലുണ്ട്, അത് രാഷ്ട്രീയ തലത്തിലുണ്ടാവും, ഭരണതലത്തിലുണ്ടാവാം, നയതന്ത്ര തലത്തിലുണ്ടാവാം, സൈനിക തലത്തിലുണ്ടാവാം. ട്രസ്റ്റ് ദം നോട്ട് ഫുള്ളി. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ട്രംപ് ഇടഞ്ഞു അല്ലേ, എന്നാൽ ചൈനയെ കൂട്ടുപിടിച്ചേക്കാം എന്ന് എടുത്തുചാടി തീരുമാനിക്കുന്ന ഒരു സംവിധാനമല്ല ഭാരതത്തിൽ നിലവിലുള്ളത്. അങ്ങനെ എടുത്തുചാടി തീരുമാനിക്കാവുന്ന ഒരു വിദേശ നയവുമല്ല ഭാരതത്തിന്. പക്ഷേ ഈ ഒരു ചർച്ച ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അല്പം കഴിഞ്ഞ് ജയപ്രസാദ് സാറിലേക്ക് വരുമ്പോൾ ചോദിക്കാം. പക്ഷേ ഹൗ ഡു യു ലുക്ക് അറ്റ് ദിസ് ന്യൂസ് സെനാരിയോ, ഡോക്ടർ മോഹൻ വർഗീസ്? കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിക്കുന്നതിൽ പരാജയപ്പെടുന്ന ഒരു രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല എന്നതിൻ്റെ, ആത്യന്തിക നിലനിൽപ്പില്ല എന്നതിൻ്റെ ഏർലി സൂചനയാണ് ഇപ്പോൾ അമേരിക്ക അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, 21-ാം നൂറ്റാണ്ട് ഏഷ്യയുടെ നൂറ്റാണ്ടാണ് എന്ന പ്രവചനങ്ങളെ ഏതാണ്ട് ശരിവെക്കുന്ന രീതിയിലാണ് സമീപ സമയത്തെ ബിൽഡപ്പ്. ഇന്ത്യ, ചൈന, റഷ്യ, ജപ്പാൻ, ഇന്നത്തെ എഡിറ്റേഴ്സ് ചോയ്സിൻ്റെ പ്രധാന ഇതിവൃത്തം എന്ന് പറയുന്നത് ഏഷ്യൻ ജയൻറ്റ്, റഷ്യ ഉൾപ്പെടെ ഏഷ്യൻ ജയൻറ്റായി പരിഗണിക്കുകയാണെങ്കിൽ ഈ ഒരു 4 ചതുർ രാഷ്ട്ര ഒരു സംവിധാനം, അതൊരു സഖ്യമെന്ന് പറയാനായിട്ടില്ല എങ്കിൽ തന്നെ ഒരു ധാരണ, ആ ധാരണ ലോകക്രമം തന്നെ അട്ടിമറിക്കാൻ, മാറ്റിമറിക്കാൻ, പരിവർത്തനം വരുത്താൻ, പാരഡൈം ഷിഫ്റ്റ് കൊണ്ടുവരാൻ പര്യാപ്തമാണോ? എൻ്റെ അഭിപ്രായം, it's too early to say, but things are moving in the right direction. ഇന്നലകളുടെ ഒരു ബാന്ധവും പേറി എത്ര കാലം നമുക്ക് മുന്നോട്ട് പോകാനൊക്കും? ശ്രീ പ്രദീപ് പിള്ള, യഥാർത്ഥത്തിൽ ഇന്നലകൾ തിക്ത അനുഭവങ്ങളാണ് ചൈന ഇന്ത്യക്ക് നൽകിയത്. അത് ദലൈലാമയ്ക്ക് ഇന്ത്യ അഭയം കൊടുത്തതിന് ശേഷം 1962 സംഭവിച്ച ചൈനീസ് കടന്നുകയറ്റം യുദ്ധത്തിൽ കലാശിച്ചതും, പിന്നീട് പാകിസ്ഥാനുമായി പോരാടിയപ്പോഴൊക്കെ ചൈന പാകിസ്ഥാനെ സഹായിച്ചതും, അതിർത്തിയിൽ ദോഖ്ലാം 2017, ഗൽവാൻ 2020 കാലഘട്ടത്തിൽ നടന്ന സ്ക്രമിഷേഴ്സ്, അതിർത്തി പോരാട്ടങ്ങൾ എല്ലാം തന്നെ അഭിശപ്തമായ ഓർമ്മകളാണ് ഭാരതത്തിന് സമ്മാനിക്കുന്നത്. പക്ഷേ ഇന്നലകളെ നമുക്ക് മാറ്റാനാവില്ല. ഇന്നുകളെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. നാളുകളേക്കുള്ള അജണ്ട നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. ഇവിടെയാണ് ഒരു പാരഡൈം ഷിഫ്റ്റിൻ്റെ പ്രാധാന്യം നമുക്ക് കാണാനാവുന്നത്. കാരണം എന്തുകൊണ്ട്, വൈ ദ പാരഡൈം ഷിഫ്റ്റ്? ഇത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ വ്യാപാര യുദ്ധത്തിൻ്റെ മാത്രം പശ്ചാത്തലത്തിൽ കാണേണ്ടതില്ല. ഒരു കാറ്റലിസ്റ്റായി മാറി ട്രംപിൻ്റെ വ്യാപാര യുദ്ധം എന്നത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. കൺവേർജൻസ് ഓഫ് സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ഏറെക്കാലമായി 14-ാം നൂറ്റാണ്ട് മുതൽ, കൃത്യമായി പറഞ്ഞാൽ 15-ാം നൂറ്റാണ്ടിൽ വാസ്കോ ഡ ഗാമയൊക്കെ കേരളത്തിൽ എത്തിയ കാലം മുതൽ തന്നെ സംഭവിച്ച ഒരു ചേഞ്ചാണ്. ഒരു തരം യൂറോപ്പ് കേന്ദ്രീകൃതമായ ഒരു ലോകക്രമം അത് രൂപപ്പെടുകയാണ്. 20-ാം നൂറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ അമേരിക്ക ശക്തമായി രംഗത്ത് വരികയും ട്രാൻസ് അറ്റ്ലാന്റിക് ഒരു വേൾഡ് ഓർഡറാണ്. ഈ പാരഡൈമിനെ, ഏതാണ്ട് 5 നൂറ്റാണ്ടോളം നിലനിന്ന ഈ പാരഡൈമിനെ മാറ്റിമറിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ഏഷ്യയിലെ ശക്തികൾ ചൈനയും ഇന്ത്യയും ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. അവിടെയാണ് ലോക ജനസംഖ്യയുടെ 1/3 അധിവസിക്കുന്നത്, അവിടെയാണ്. ഇത് പക്ഷേ പല കാരണങ്ങളാൽ നടക്കാതെ പോയതിന് പിന്നിൽ ഒരു വെസ്റ്റേൺ ക്യാപിറ്റലിസ്റ്റ് മാക്കിനേഷൻ, ഒരു തന്ത്രം ഇവിടെ കാണാവുന്നതേ ഉള്ളൂ. ഈ തന്ത്രം തിരിച്ചറിയുന്നത് വൈകിയെങ്കിലും ചൈന അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് 2025 മാർച്ച് മാസം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് കത്തെഴുതിയത്. ദി ചൈനീസ് ഡ്രാഗൺ നീഡ് നോട്ട് ബി സീൻ ഇൻ എ സസ്പീഷ്യസ് മാനർ. Indian elephant is considered very, very respectfully. There's a time when the dragon can tango with the Indian elephant. ഇത് ഒരിക്കൽ കൂടി ആ ഒരു ശുഭാപ്തി വിശ്വാസം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ന് പ്രകടിപ്പിക്കുന്ന നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച സമയത്ത് ഒരിക്കൽ കൂടി ഈ അഭിപ്രായം
പങ്കുവയ്ക്കുന്ന ഷീ ജിൻപിങ്ങിനെ കണ്ടു. ഇവിടെ നോക്കൂ, നരേന്ദ്രമോദി ആൻഡ് ഇന്ത്യ ഹാസ് ഡൺ ഇറ്റ്സ് ഹോംവർക്ക്. ഈ ഹോംവർക്ക് വലിയ വിശാലമായൊരു ക്യാൻവാസിലാണ്. ആ ഹോംവർക്ക് എന്ന് പറയുന്നത് അധിക കാലമൊന്നും നമുക്ക് കിട്ടിയില്ല. പക്ഷേ കൃത്യമായി പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിക്കുന്ന, അല്ലെ ആ ഒരു ഘട്ടം അവസാനിക്കുന്ന മെയ് മാസം 10-ാം തീയതി തുടങ്ങിയ ഒരു സ്കീമിംഗ് ആണ് യഥാർത്ഥത്തിൽ. അപ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വേണ്ടത് സമാധാനത്തിൻ്റെ നോബൽ പ്രൈസാണ്. എന്തു വന്നാലും ഇന്ത്യയുടെ എൻഡോഴ്സ്മെൻറ്റ് ഏത് രീതിയിലാണെങ്കിലും വാങ്ങിയെടുക്കാനുള്ള ശ്രമമാണ്. അല്ലെങ്കിൽ അത് ഈ രീതിയിൽ മാത്രമേ, വ്യാപാര യുദ്ധത്തിൽ മാത്രമേ, അല്ലെങ്കിൽ പകരം തീരുവയിൽ മാത്രമേ അത് കലാശിക്കൂ, പിഴത്തീരുവയിൽ മാത്രമേ കലാശിക്കൂ എന്ന ഒരു മുൻധാരണ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഷീ ജിൻപിങ്ങിൻ്റെ ഓപ്പൺ ഇൻവിറ്റേഷൻ ഇറ്റ് വാസ് കെപ്റ്റ് ഇൻ അബെയൻസ്. പക്ഷേ 2025 മെയ് മാസം 10-ാം തീയതിക്ക് ശേഷം നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ജയശങ്കറും, വിദേശകാര്യമന്ത്രി ജയശങ്കറും, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും, വിദേശകാര്യ സെക്രട്ടറി വിക്ടറും ബിസ്രയും എല്ലാം തന്നെ ദേ ആർ ഓൾ വിസ്കിറ്റ്സ് ഇൻ ഡീലിംഗ് വിത്ത് എ ക്രഞ്ച് സിറ്റുവേഷൻ. അവിടെയാണ് ഈ ചിന്ത ഉണ്ടായത്. അങ്ങനെയെങ്കിൽ ബെയ്ജിങ്ങിലേക്കുള്ള യാത്ര ടോക്കിയോ വഴി ആകണം. യഥാർത്ഥത്തിൽ ഇവിടെ ചൈന ജപ്പാൻ ബന്ധങ്ങൾ അത്ര ദൃഢമല്ല എന്നോർക്കണം. ചരിത്രപരമായി ഇന്ത്യക്കും ചൈനയ്ക്കും തമ്മിൽ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ തന്നെ വലിയ വിഷയങ്ങൾ ചൈനയ്ക്കും ജപ്പാനും ഇടയിലുണ്ട്. ജാപ്പനീസ് ആധിപത്യം ചൈനയുടെ കിഴക്കൻ മേഖലയിൽ പല ആവർത്തി ഉണ്ടായിട്ടുള്ളത് ചൈനീസ് വളരെ റിസെൻറ്റ്ഫുള്ളായിട്ടാണ് കാണുന്നത്. അതുമാത്രമല്ല റഷ്യ ജപ്പാൻ ബന്ധവും പലപ്പോഴും ഉലഞ്ഞ ഒരു ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. ഇവിടെ ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാകണമെങ്കിൽ മുൻപ് പുടിൻ പറഞ്ഞ ഒരു ഫോർമുലയുണ്ട്. ലുക്ക്, ബ്രിക്സ് രാജ്യങ്ങൾക്ക് ഒരു കോമൺ കറൻസി ആകാം. അപ്പോൾ ഇന്ത്യ എന്താണ് പറഞ്ഞത്? നോ 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 വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ്, ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. ബ്രിക്സ് രാജ്യങ്ങൾ മുന്നോട്ട് പോകാം. പുടിൻ പറഞ്ഞു, പുടിനും ഷീ ജിൻപിങ്ങും പറഞ്ഞു നമുക്കൊരു ബ്രിക്സ് ബാങ്ക് ആകാം. അപ്പോൾ ഇന്ത്യ പറഞ്ഞു ബാങ്കൊക്കെ ആകാം, പക്ഷേ അതിന് എക്സ്പോഷർ ലിമിറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഇവിടെ എപ്പോഴും ബ്രിക്സിനുള്ളിൽ ഒരു ഹാഫ് മെഷേഴ്സുമായി നിന്ന ഭാരതത്തെയാണ് കാണുന്നത്. അതുപോലെ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ അത് 10 രാജ്യങ്ങളുടെ സഖ്യമാണ്. ഈ 10 രാജ്യങ്ങളിൽ നോക്കൂ, യൂറോപ്പിലെ 2 ശക്തമായ രാജ്യങ്ങൾ, ഒന്ന് റഷ്യ, 2 ബെലറൂസ്, മുൻപ് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്കുകൾ ഇന്ന് രാജ്യങ്ങളാണ്. കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, അതുപോലെ കിർഗിസ്ഥാൻ, ഈ 4 രാജ്യങ്ങൾ, അതുപോലെ ഇറാൻ ആൻഡ് പാകിസ്ഥാൻ, പിന്നീട് ചൈനയും ഇന്ത്യയും. ഇത് ചേരുമ്പോൾ ഡെഡ്ലി ഏഷ്യൻ കോമ്പിനേഷനാണ് വിത്ത് ദ യൂറോപ്യൻ പവർ ഓഫ് ബെലറൂസ്. ബെലറൂസ് വലിയ ശക്തിയൊന്നുമല്ല എങ്കിൽ പോലും റഷ്യയുടെ സ്വാധീന വലയത്തിൽ നിൽക്കുന്ന ചൈനയുമായി അടുപ്പമുള്ള രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ, ഇറാൻ ഉൾപ്പെടെ. പക്ഷേ അവിടെ ഓഡ് വൺ ഔട്ടായി നിന്നത് ഭാരതമാണ്, പാകിസ്ഥാനല്ല, ഭാരതമാണ് അവിടെ ഓഡ് വൺ ഔട്ടായി നിന്നത് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിൽ. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ അവിടെ ഉണ്ട്, SCOയിൽ പാകിസ്ഥാൻ ഉണ്ട് എന്നത് പരിഗണിക്കാതെ തന്നെ ഭാരതം ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിൽ ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് എടുക്കുകയാണ് ഫോർ ദ ഫസ്റ്റ് ടൈം സിൻസ് ദ ഇൻസെപ്ഷൻ ഓഫ് SCO. അത് ചൈനയാണ് ആദ്യത്തെ വരുന്നത് എന്ന് ഓർക്കണം. ഇവിടെ ഇന്ത്യ ഒരു കാര്യം തീരുമാനിച്ചു. അതൊരു പൊതു നിരീക്ഷണം തന്നെയാണ്, പലരും ഷെയർ ചെയ്യുന്നൊരു നിരീക്ഷണമാണ്. പാകിസ്ഥാനെ ശത്രുവായി കാണുന്നു. എക്കാലത്തും അങ്ങനെ തന്നെ ചെയ്തിരുന്നു. പാകിസ്ഥാനെ സംശയത്തോടെ നോക്കുന്നു. പാകിസ്ഥാനിൽ ബ്രീഡ് ചെയ്യുന്ന ടെറർ ഔട്ട്ഫിറ്റുകൾ ഇന്ത്യയിൽ നാശം വിതയ്ക്കുന്നിടത്തോളം കാലം, ദി എപ്പി സെൻറ്റർ ഓഫ് ടെറർ പാകിസ്ഥാൻ ആയിരിക്കുന്നിടത്തോളം കാലം ദർ ഇസ് സീറോ ടോളറൻസ് ടു ടെറർ എഗൻസ്റ്റ് പാകിസ്ഥാൻ. അത് കൃത്യമാണ്. ആ നിലപാടിൽ വെള്ളം ചേർക്കാതെ തന്നെ പാകിസ്ഥാൻ ചൈന ബന്ധത്തെ മാത്രം കരുതി ചൈനയെ ആത്യന്തികമായി ശത്രുപക്ഷത്ത് നിർത്തേണ്ടതില്ല. സോ ദാറ്റ് ഇസ് വൈ ചൈന പാകിസ്ഥാൻ ബ്രാക്കറ്റ് ചെയ്ത് കണ്ടിരുന്ന ആ ഒരു നയത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് ചൈനയെയും പാകിസ്ഥാനെയും ബൈഫർക്കേറ്റ് ചെയ്ത് കാണാൻ, രണ്ടായി കാണാൻ, മെറിറ്റ് ഓഫ് ദ ഇഷ്യൂ മാത്രം പരിഗണിച്ചുകൊണ്ട് രണ്ടായി കാണാനുള്ള ഇന്ത്യയുടെ മാറിയ ചിന്ത, ആ ചിന്ത ഇപ്പോൾ വളരെ പ്രബലമാണ്. കാരണം ഒരു ഹയസ്റ്റ് ലെവൽ ഓഫ് തിങ്ക് ടാങ്ക് പറയുന്നത് അങ്ങനെയാണ്. ഒരു മാറിയ ചിന്ത, ലെറ്റ് us give China a chance, let us give ourselves a chance to understand China better. നമ്മൾ 5 ഫിംഗർ പോളിസിയിലൂടെ മാത്രമാണ് മുൻകാലത്ത്